ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വമ്പൻ ആക്രമണം ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ആയിരിക്കും, നമ്മളായിരിക്കും ഇത് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, ഓൺലൈൻ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയിലും. എന്തായിരുന്നാലും ഒരു 3 ദിവസം മുമ്പ് ഈ ഉൾഫ എന്ന് പറയുന്ന പ്രദേശം, അത് പ്രദേശമല്ല, ഉൾഫ എന്ന് പറയുന്ന ഈ സംഘടന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസാമിലാണ് ഇത് നടന്നത്. ഉൾഫ അറ്റാക്സ് ഇന്ത്യൻ ആർമി ക്യാമ്പ് ഇൻ ആസാം ടിൻസൂക്കിയയിലെ ക്യാമ്പിലാണ് ഈ ഉൾഫ അറ്റാക്ക് ചെയ്തത്. 3 ആർമി സോൾജേഴ്സ് അവിടെ അവർക്ക് പരിക്കേറ്റിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതും കേരളത്തിൽ വാർത്തയല്ല, കാരണം നമ്മുടെ പട്ടാളക്കാർക്ക് പരിക്കേൽക്കുന്നതൊന്നും കേരളത്തിൽ വലിയ വാർത്തയല്ല. അപ്പോൾ ഇങ്ങനെ അവിടെ ആക്രമണം നടന്നു കഴിഞ്ഞ ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിക്ക് ശേഷം ഇന്ത്യ ഒരു വമ്പൻ ഡ്രോൺ ആക്രമണം മ്യാൻമറിൽ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഈ ഉൾഫ എന്ന് പറയുന്ന ഈ സംഘടന, ഇതിനെക്കുറിച്ച് നമ്മൾ ബംഗ്ലാദേശിൽ യൂനിസ് അധികാരത്തിൽ ഏറിയത് തൊട്ട് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവർ വീണ്ടും പുനരുജ്ജീവിക്കുന്നു. അത് നമ്മൾ അടിച്ചൊതുക്കിയ ഒരു സംഘടനയാണ്. പിന്നെ പോരാത്തതിന് ഷെയ്ഖ് ഹസീനയുടെ കാലത്തും അവന്മാരെ വളരാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം ഹുജി എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാം ശക്തി പ്രാപിച്ച് ഇന്ത്യക്കെതിരെ വരും എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഉൾഫ 3 ദിവസം മുമ്പ് നമ്മുടെ ആസാമിലെ ഒരു സൈനിക ക്യാമ്പിൽ ഒരു വലിയ അറ്റാക്ക് നടത്തിയ ശേഷം ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യ മ്യാൻമർ ക്യാമ്പുകൾ, ആന്റി ഇന്ത്യ ഇൻസർജന്റ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഉൾഫ ഐയും NSCN KYA ഈ ഗ്രൂപ്പുകളും തിങ്ങി വസിക്കുന്ന ആ ക്യാമ്പിൽ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ട് വരുന്നു. പോരാത്തതിന് ലോക്കൽ സോഴ്സസ് ക്ലെയിം ഹെവി ഡാമേജ്, കാഷ്വാലിറ്റീസ് ആൻഡ് എ ടോപ്പ് KYA കമാൻഡർ ഡൈഡ്. ഒരു ടോപ്പ് KYA കമാൻഡർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഈ പ്രതിരോധ വാർത്തകൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോ വലിയൊരു ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്താ പറയേണ്ട, ലോകത്തിലെ തന്നെ ഒരു ആദ്യ 5-ൽ നമുക്ക് ഇടം പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ സ്ക്വാഡാണ്. അപ്പൊ അത്ര ഗംഭീരമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആ ഡ്രോണിന്റെ ഒരു പരിശീലനം കൂടെയായിരുന്നു യഥാർത്ഥത്തിൽ, അതിന്റെ ഒരു ശേഷി എത്രത്തോളം ഉണ്ടെന്ന് നിർണ്ണയിക്കുക കൂടിയായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശിന്റെയും മ്യാൻമറിലെയും അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരോധിത വിമത സംഘടനയായിട്ടുള്ള KYA, അതായത് NSCN, അവരുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്നലെ വൈകുന്നേരം ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഈ മാധ്യമങ്ങൾ പറയുന്നത് കുറഞ്ഞ 5 തീവ്രവാദികൾ മരിച്ചതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട് വരുന്നത്. മ്യാൻമറുമായി സുഷിരങ്ങളും വനപ്രദേശങ്ങളും നിറഞ്ഞ അതിർത്തി പങ്കിടുന്ന ചാങ്ലാങ് ജില്ല അവിടെ വിമത നീക്കങ്ങൾക്കും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും സ്ഥിരം കേന്ദ്രമാണ്. ഒരടി ഇങ്ങോട്ട് തന്നാൽ 10 അടി തിരിച്ചു കൊടുത്തിരിക്കും എന്നുള്ള രീതിയിലാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് തുടരുമോ അല്ലെങ്കിൽ ഇതോടുകൂടി ഇത് അവസാനിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ ഇത് വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു കാരണം നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിലെ ഒരു കലാപം നമ്മൾ കണ്ടതാണ്, അത് ഒതുങ്ങി. ഇപ്പോൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തി ഇപ്പോൾ പ്രാപിക്കുന്നതിന്റെ ഒരു കാരണം, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളൊന്നും പഴയതുപോലെ ആക്റ്റീവ് അല്ല. അവർക്ക് പഴയതുപോലെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇന്നലെ ദീപാവലി ദിനത്തിൽ മാത്രം ഇന്നലെ ജമ്മു കാശ്മീരിൽ നടന്നത് വലിയ ഒരു സൈനിക മുന്നേറ്റം തന്നെയായിരുന്നു. ആ സൈനിക മുന്നേറ്റം 120 ഇടങ്ങളിലാണ് നമ്മൾ ബോംബുകളും മറ്റുമൊക്കെ നിർവീര്യമാക്കിയത്. ഒരുപക്ഷെ ദീപാവലിക്ക് വലിയൊരു ദുരന്തം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു കാശ്മീരിൽ നടന്നത്. പക്ഷെ അതിനെ നമ്മൾ നിർവീര്യമാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ വടക്കിഴക്കൻ അതിർത്തിയും കിഴക്കൻ പ്രദേശമായ ബംഗ്ലാദേശും അടക്കം ഈ ISIS അവരുടെ ഭീകര റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ പല വഴിക്ക് അറ്റാക്ക് ചെയ്യും. ഇതിനു മുമ്പ് നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഭീകരവാദികൾ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ഈ ലഷ്കർ തോയ്ബയുടെ ഒക്കെ നേതൃത്വത്തിൽ, ISIയുടെ ഒക്കെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലും മ്യാൻമാറിലുമൊക്കെ അവർ ക്യാമ്പുകൾ തുറന്ന് അവിടെയുള്ള ഭീകരവാദികൾ, അതായത് എല്ലാ വശത്തു നിന്നും ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇപ്പൊ പഴയതുപോലെ അല്ല ഇന്ത്യ. കാരണം അക്രമത്തിന് അപ്പം തന്നെ തിരിച്ചടി കൊടുക്കുകയാണ്. പിറ്റേന്നേക്ക് വെച്ചേക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിന് എന്താണെന്ന് അന്വേഷണം പോലും നമ്മൾ നടത്താറില്ല. ഇനി ഉൾഫയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ 1979 രൂപീകൃതമായ ഒരു സംഘടനയാണ്. ഇപ്പോൾ ആക്രമണം നടത്തുന്നത് യഥാർത്ഥ ഉൾഫയല്ല. അന്ന് 1979 പൗലോസ് ബറൂഷ എന്ന് പറയുന്ന ആളും അരവിന്ദ് ഖജാവോ എന്ന് പറയുന്ന ആളുമാണ്. അപ്പൊ ഈ പൗലോസ് ബറൂഷയും അരവിന്ദ് ഖജാവോയും ചേർന്നിട്ട് സ്വതന്ത്ര ആസാമിന് വേണ്ടിയിട്ട് 1979 തുടങ്ങിയ ഒരു
സംഘടനയാണ് ഈ ഉൾഫ. ഒരുപാട് ആക്രമണ സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 90 ആയപ്പോഴേക്കും ഇവരെ നിരോധിച്ചു കഴിഞ്ഞാലും അത്ര വലിയ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലുമൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തമാശയായിട്ടാണ് അത് തോന്നുന്നത്. അതിനുശേഷം 2004 അവരൊരു സ്കൂള് ദഹ്മാജി എന്ന് പറയുന്ന ഒരു സ്കൂൾ അറ്റാക്ക് ചെയ്യുകയും അവിടെ 18ഓളം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. 2004 കോൺഗ്രസ് ഭരണമായിരുന്നു, നിരോധിച്ചതിന് ശേഷമാണ്. 2009 ഗുഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സീരിയൽ ബോംബിംഗ് അവർ നടത്തി. അതിനുശേഷം 2023 നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ യഥാർത്ഥ മാതൃസംഘടനയായ ഉൾഫ ചർച്ച നടത്തുകയും അവർ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഉൾഫകൾ അത് നമ്മളൊന്ന് വാർത്ത ചെയ്തിരുന്നതാണ്. അപ്പൊ ആ ഉൾഫയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉൾഫ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു വിഭാഗം പിരിഞ്ഞുപോയി. അവരാണ് ഈ ഉൾഫ ഐ അഥവാ ഉൾഫ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കുകയും അവര് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള മറ്റ് ഭീകര സംഘടനകൾ, ബോഡോലാൻഡ് തുടങ്ങിയുള്ള ഭീകര സംഘടനകളുമായിട്ട്, പ്രത്യേകിച്ച് അസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയിടത്ത ഭീകര സംഘടനകളുമായിട്ടും, അതുപോലെ തന്നെ ഈ ISISയുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന മ്യാൻമാർ അതിർത്തിയിൽ ഉള്ള ഈ പറയുന്ന ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു NCCNK എന്ന് പറയുന്ന സംഘടനയുമായിട്ടും CKY എന്ന് പറയുന്ന സംഘടനയുമായിട്ടുമൊക്കെ ചേർന്ന് നിന്നതുകൊണ്ട് ഇവർ പ്രവർത്തിക്കുക. അതായത് ഒരു ഗ്രൂപ്പ് കണക്ക് നമ്മളതിന് പറയുന്നത് മുന്നണി രൂപീകരിച്ചു, ഭീകരവാദ മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് ഉൾഫ ഐ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ ക്യാമ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യാൻമാർ മേഖലയിലാണ് ഇവരുടെ പ്രധാന ക്യാമ്പ്. വക്തം ബസി, ഹോയാറ്റ് ബസി എന്നൊക്കെ പറയുന്ന ബസ്തി എന്നൊക്കെ പറയുന്ന മേഖലയിലാണ് ഇവരുടെ പ്രധാന ക്യാമ്പ്. ഇപ്പോൾ അവിടെ ഇന്ത്യ നിരന്തരം ആക്രമണം നടത്താറുണ്ട്. ജൂലൈ മാസത്തിൽ 2025 ജൂലൈയിലും നമ്മൾ ഇതുപോലൊരു ആക്രമണം നടത്തി. അന്ന് അവരുടെ കമാൻഡർ ഉൾപ്പെടെ 25 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പൊ അതിനുശേഷം ഇവരുടെ താവളങ്ങൾ പതുക്കെ ഈ പറയുന്ന NCCNK എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ കേന്ദ്രമായ അരുണാചൽ പ്രദേശിന് സമീപമുള്ള ചാങ് ജില്ലയിലേക്ക് ഇവർ മാറ്റുകയായിരുന്നു ഉണ്ടായത്. ഈ ചാങ് ജില്ലയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നിബിഡമായ വനമാണ്, ഇന്ത്യ മ്യാൻമാർ അതിർത്തിയാണ്, അങ്ങോട്ടേക്കാണ് മാറുക. അപ്പൊ നിബിഡമായ വനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ ടെക്നോളജി തന്നെ ഇവര് ഈ ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കാറുണ്ട്. നിബിഡമായ വനങ്ങളിലും ചെങ്കുത്തായ മലനിരകളിലുമൊക്കെ ഭീകരർ ഒളിച്ചു താമസിക്കും. ഇപ്പൊ അത് വലിയ പാടാണ്. നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ബോംബ് ഫിറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുകയും അത് ലൈവായി തന്നെ സ്ഫോടനങ്ങൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ത്യൻ സേന കാണിക്കുകയും ചെയ്ത ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതായത് ഈ എലിയുടെ മാളത്തിൽ നമ്മൾ പുകയിടുന്നത് പോലത്തെ സമ്പ്രദായമാണ്. അപ്പം ഇതൊരിക്കലും ഇവിടെ നടക്കില്ല എന്ന് അവർ കരുതിയിടത്താണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേനയുടെ അതിഭീകരമായ ഒരു ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. ഇവിടെ അവരുടെ കമാൻഡർമാരടക്കം വലിയ ആൾനാശം വന്നിട്ടുണ്ട്, വലിയ ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടത് 5 പേർ എന്ന് പറയുമ്പോൾ ഈ 5 പേർ സാധാരണക്കാരല്ല. 3 പേർ അതിന്റെ കമാൻഡർമാരാണ്, 2 പേർ അവരുടെ അംഗരക്ഷകരാണ്. അങ്ങനെയാണ് ഇത് 5 പേർ എന്ന് പറയുന്നത്. അപ്പൊ കമാൻഡറും അംഗരക്ഷകരും കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അണികൾ എത്ര കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വരും മണിക്കൂർ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ, വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. കാരണം തലവനെ തട്ടുക എന്ന് പറയുമ്പോൾ തലവന്റെ പ്രധാന താവളം എന്ന് പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ മേഖലയിലായിരിക്കും ഓരോ തലവൻ തങ്ങുന്നത്. ഇതിന് സമാനമായി ഇന്ത്യൻ സേനയുടെ ആക്രമണം നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഹാഫിസ് സയ്യിദിന്റെ കുടുംബം കഴിഞ്ഞിരുന്ന ബിൽഡിംഗ് അപ്പാടെ നിലംപൊത്തിച്ചുകൊണ്ട് അയാളുടെ കുട്ടികളെയും അളിയനെയും ഒക്കെ കൊന്നൊടുക്കി. ഹാഫിസ് സയ്യിദ് മാത്രമായി എല്ലാം കൊന്നുകളഞ്ഞു. 14 പേര് വരും. അതിന് സമാനം. അപ്പം തലയെ തട്ടുമ്പോൾ സ്വാഭാവികമായും അണികൾ ഇതിൽ വരുമല്ലോ. അണികൾക്ക് പിന്നെ പേരും ഊരും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവരുടെ എണ്ണം അങ്ങനെ പെട്ടെന്ന് പറയാത്തത് കൊണ്ടുമാണ് ഇത് വന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സേനയുടെ പുതിയ നീക്കം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്ഥിരം ഈ അമിത്ഷായുടെ വർക്കുകൾ ചെയ്യാറുണ്ടല്ലോ, ഏതാ ഈ നക്സലിസവുമായി ബന്ധപ്പെട്ട്. അപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര നക്സലുകൾ കൊല്ലപ്പെട്ടു. ഇപ്പൊ അങ്ങനെയല്ല അവരുടെ വാർത്തകൾ വരുന്നത്. അവരുടെ വാർത്തകൾ വരുന്നത് നക്സലിന്റെ ഇന്ന കമാൻഡർ, ഇന്ന ഏരിയ സെക്രട്ടറി, ഇല്ലെങ്കിൽ ഇന്ന അവർക്ക് ഈ പൊളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട്, നക്സൽ സംഘടന, ഇന്ന ആള് മരിച്ചു എന്നാണ്. അത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പൊ ഇന്ത്യൻ സേന പുറത്തു വിടുന്നത്. കാരണം മറ്റേതിനൊന്നും പ്രസക്തിയില്ല. 100 പേര് കൊല്ലപ്പെട്ട അതിനകത്ത് എത്ര ലീഡർമാരുണ്ട്? 5 പേര്. 5 പേരുടെ കാര്യം മാത്രമാണ് വിടുന്നത്. ബാക്കി പറയുന്നത് 100ഓളം പേർ കൊല്ലപ്പെട്ടു എന്നൊരു വരി കൂടെ അതിൽ എഴുതി ചേർക്കും, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മ്യാൻമാർ സംഭവത്തിൽ നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഈ 5 പേർ കൊല്ലപ്പെട്ടത് കമാൻഡർമാർ ഉൾപ്പെടെയുള്ള 5 പേരാണ്. അതായത് അതിർത്തി കടന്ന്, ഇത് ആദ്യമല്ല, ഇന്ത്യ അതിർത്തി കടന്ന് മ്യാൻമാറിന്റെ 20 കിലോമീറ്റർ 22 കിലോമീറ്റർ അതിർത്തി കടന്നിട്ട് മുൻപും അത് എനിക്ക് തോന്നുന്നു 2019 മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ അതിർത്തി കടന്ന് നമ്മൾ പോയി അടിക്കുന്നത്. ഇത് പോയി അസാമിൽ ഇത് ചെയ്യുന്ന ആസാം റൈഫിൾസ് ആണ് ഇത് പതിവായിട്ട് പോട്ടിമാർക്ക് അടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ അടി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ പറയുന്ന മ്യാൻമാറിന്റെ വക്തം ബസ്തിയിലും
ഈ ഹോയാട്ട് ബസ്തിയിലുമൊക്കെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം ഇവിടെ എന്ത് പണി നടന്നാലും അവിടെ അടി കിട്ടും, അപ്പൊ തന്നെ ആ സ്പോട്ടിൽ അടി കിട്ടും. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി സുരക്ഷിതമായ മേഖലയാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന അരുണാചൽ പ്രദേശ്. താരതമ്യേന ചൈനയുമായിട്ട് ഒരു ബോർഡർ ഉണ്ട്, ഇപ്പുറത്ത് മ്യാൻമാറുമായിട്ടൊരു ബോർഡർ ഉണ്ട്. അവിടെ കുറെ അധികം നിബിഡ വനങ്ങളും, കാരണം അവിടത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വരില്ല എന്ന് കരുതിയിടത്താണ് ഇവർ ചെയ്തത്. അതായത് യഥാർത്ഥ ആയുധം വെച്ച് കീഴടങ്ങി അവരേതാണ്ടൊക്കെ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി. അപ്പൊ അവരിൽ നിന്ന് പിരിഞ്ഞ ഗ്യാങ്ങും ISISയുടെ ഫണ്ടിങ്, ISISI മാത്രമല്ല വിദേശ ഫണ്ടിങ് ഒരുപാട് ഈ സംഘടനകൾക്ക് കിട്ടുന്നുണ്ട്. ഇവരും മറ്റ് ഭീകര സംഘടനകളും എല്ലാം കൂടെ ചേർന്നിട്ട് സംയുക്ത മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ മുന്നണിയെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാന്റെ ISI ആണ്. അതായത് അവിടെ ചാരസംഘടനയാണ് ഇത് നിയന്ത്രിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു, ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ മുമ്പ് വന്നിരുന്നത്, നമ്മൾ ചർച്ച ചെയ്തിരുന്നതുമാണത്. ജമ്മു കാശ്മീരിൽ നിന്ന് ഈ സംഘങ്ങളൊക്കെ ഇപ്പൊ മാറി ബംഗ്ലാദേശിലും മ്യാൻമാറിലുമൊക്കെ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അപ്പം ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ഫണ്ടും കൂടെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഒരു ചെറിയ പണി നടത്താം എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഏതായാലും കമാൻഡർ ഉൾപ്പെടെ പടമായി, ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ഇന്ത്യയുടെ ഒരു വീര്യം, അത് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദി INS വിക്രാന്തിൽ പോയ മനോഹരമായ ഒരു കാഴ്ച കൂടി നമ്മളത് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ആയിരുന്നു ബ്രഹ്മോസ് പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് മണ്ണും ഈ ബ്രഹ്മോസിന്റെ ലക്ഷ്യസ്ഥാനത്തുണ്ടെന്നാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ INS വിക്രാന്തിന്റെ പേര് കേട്ടാൽ തന്നെ ശത്രു വിറയ്ക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ സാധാരണഗതിയിൽ ഈ സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയത് മുതൽ എല്ലാ ദീപാവലിയും പട്ടാളക്കാർക്കൊപ്പം അതിർത്തിയിലാണ് ആഘോഷിക്കാറുള്ളത്. ഇത്തവണ അതിന് മുടക്കമൊന്നും വന്നില്ല. പക്ഷെ ഇത്തവണ ഒരു ചേഞ്ച് നേവിക്കായിരുന്നു എന്നുള്ളതാണ്. അതില് ധനുഷ് എപ്പോഴും പറയും നേവിക്കാർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ കരസേനയും വ്യോമസേനയുമാണ് ലീഡ് ചെയ്തത്, അവരാണ് ഹീറോ ആയത്. അപ്പം അന്ന് ഒരുപാട് കമന്റുകളൊക്കെ വന്ന, കാരണം ഈ 3 സൈനിക മേധാവിമാരും കൂടെ പത്രസമ്മേളനം നടത്തുമ്പോൾ നേവിയുടെ ഹെഡിന് മാത്രം ഒന്നും പറയാനില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ രോക്ഷാകുലനായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് അദ്ദേഹം ഇരുന്നത്. അടുത്തത് നിങ്ങൾക്ക് തരാം, ഇതിപ്പോ 2 ഇവർ ചെയ്ത്, ഇനി അടുത്തത് നിങ്ങൾ തന്നെ അടിച്ചോ എന്ന് പറഞ്ഞ ഒരു സാധനം. അതിന് സമാനമായ രീതിയിലായിരുന്നു ഇന്നലെ ശ്രീ നരേന്ദ്രമോദി അവിടെ ഒരു പ്രസംഗം നടത്തിയത്. അപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ പാട്ടുപാടിയും മറ്റുമൊക്കെയാണ് പട്ടാളക്കാരുമായിട്ട് ഇന്നലെ ഒരു ദീപാവലി ആഘോഷം. അതായത് പട്ടാളത്തിന്റെ ഒരു സൈന്യത്തിന്റെ പിരിമുറുക്കമല്ല, പകരം വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സൈന്യത്തെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ ഈ വാർത്ത കൂടെ എത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു, ഇനി ഇങ്ങോട്ടേക്ക് ചൊറിഞ്ഞാൽ പഴയതുപോലെയല്ല, കയറി തീർത്തിരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും അത് പാകിസ്ഥാൻ മാത്രമല്ല ബാധകം. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഈ മ്യാൻമാറിൽ ഒളിച്ചിരുന്നാലും, അത് എവിടെ ഒളിച്ചിരുന്നു, നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്ത് ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മൾ അവരെ തീർത്തിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇത് മുൻപ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇത്തരത്തിൽ നീങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ ഇന്ത്യയുടെ വാർഫെയർ നല്ലതുപോലെ മാറ്റുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വാർഫെയറിലോട്ടൊക്കെയാണ് ഇന്ത്യ പോകുന്നത്. ഇപ്പോൾ സൈനികർക്കുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാങ്കേതിക വിദ്യയിൽ ഊന്നിയ പരിശീലനമാണ് സൈനികർക്ക് കൊടുക്കുന്നത്. നമ്മുടെ 1 ലക്ഷം കോടി രൂപയാണ് പാകിസ്ഥാന്റെ അതിർത്തികളുമായി പങ്കിടുന്ന നമ്മുടെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇറക്കിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം തുകയും ഡ്രോൺ സ്ക്വാഡുകൾ രൂപീകരിക്കാൻ എന്നുള്ളതാണ്. ഡ്രോൺ സ്ക്വാഡുകൾ, ആ ഡ്രോൺ സ്ക്വാഡുകൾ ഇപ്പം ഞാനും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ആണ് ഞാനും കാണുന്നത്. കാരണം പഞ്ചാബിലൊക്കെ വരുന്നത് പാകിസ്ഥാന്റെ 100 കണക്കിന് ഡ്രോണുകളാണ് പറന്നു വരുന്നത്. അപ്പം അണിയറയിൽ ഇതെല്ലാം സജ്ജമാണ് എല്ലാ രാജ്യങ്ങളുടെയും. അതിനെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെല്ലാം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തകർന്നതിന്റെ ചീളുകൾ അവിടെ വീഴുന്ന വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പം നമ്മളെ രാജ്യവിരുദ്ധരെ, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ചില ക്ഷുദ്രശക്തികൾ അതെടുത്തിട്ട് ഡ്രോൺ വന്ന് പതിച്ചു ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്തു. ഇത് ആക്ച്വലി തകർന്നിട്ട് തകർന്നു വീണതാണ്. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ ആ സമയത്ത് കേൾക്കാത്തൊരു വാർത്ത എന്ന് പറയുന്നത്, അപ്പോഴാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്, ഈ തുർക്കി ഡ്രോണുകൾ, ബൈറക്ടർ ഡ്രോണുകളടക്കം അവർ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ തിരിച്ചൊരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഡ്രോൺ സ്ക്വാഡുകളെ നമ്മൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ രൂപീകരിച്ച് വിന്യസിച്ച് കഴിഞ്ഞു. അവിടെയുള്ള പട്ടാളക്കാർ ഇപ്പോൾ കയ്യിൽ നിൽക്കുന്ന തോക്കുമായിട്ടല്ല ചേട്ടാ, കയ്യിൽ നിൽക്കുന്ന മറ്റേ ഈ ജോക്കി സ്റ്റിക്ക് പോലുള്ള ഒരു സാധനമില്ലേ, ഡ്രോണിനെ നിയന്ത്രിക്കാനുള്ള ഒരു സാധനം, അതുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നമ്മുടെ പല പ്രതിരോധ സംവിധാനങ്ങളുടെ വൈദഗ്ധ്യം കാണിച്ചു, ഇപ്പോൾ കച്ചവടം അടിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം കൂടെ. കഴിഞ്ഞ ദിവസം ഈ ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത് അറിയോ?
അത് വലിയൊരു വാർത്തയായിരുന്നു. നമ്മളത് ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിലും അതിന്റെ ഒരു ഇത് ഇവിടെ പറഞ്ഞു പോവാം. 2 രാജ്യങ്ങളുമായിട്ട് രഹസ്യ കരാർ നമ്മൾ ഒപ്പിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ബ്രഹ്മോസ് അവർക്ക് കൊടുക്കാം. സാധാരണ നമ്മൾ ബ്രഹ്മോസ് കൊടുക്കുന്ന രാജ്യങ്ങളുടെ ഏതാണ് ആ രാജ്യമെന്ന് നമ്മൾ പുറത്തുവിടും. ആ രാജ്യവും പറയും. ആ ഡീല് മാധ്യമങ്ങൾ എന്ത് ചെയ്യും, വാർത്തയാക്കും. അപ്പൊ ഇവന്റെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ടെന്ന് ഇവന്റെ ശത്രുവിനും അറിയാൻ പറ്റും. പക്ഷെ ഇനി നമ്മൾ കൊടുക്കുന്ന രാജ്യങ്ങൾ, ബ്രഹ്മോസ് കൊടുക്കുന്ന രാജ്യങ്ങളുടെ പേര് നമ്മൾ പുറത്തുവിടില്ല. ഈ രാജ്യത്തിന് ഒരു അടി വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി ഇവന്റെ കയ്യിൽ ബ്രഹ്മോസ് ഉണ്ടെന്ന് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഡ്രോണുകളുടെ ഒരു ശക്തി കൂടെ ഇപ്പൊ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഡ്രോണുകളുടെ ഒരു വിങ് ഇപ്പൊ നമ്മുടെ സേനയിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഉദ്ഘാടനം ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ മ്യാൻമാറിൽ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉദ്ഘാടനം. പിന്നെ 2 കാര്യങ്ങളോടുകൂടി ഈ അവസരത്തിൽ നമുക്ക് പറയാനുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് വ്യോമസേനയ്ക്ക് പരിശീലനം നൽകാനായിട്ട് ഇന്ത്യൻ വൈമാനികർ പോകുന്നു, ഇന്ത്യൻ സേനയുടെ പോകുന്നു. അത് വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്. മുമ്പൊക്കെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ടാണ് നമുക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. മറ്റൊന്ന്, ഒരു വാർത്ത ഇന്ന് രാവിലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ ചെറിയ ബ്രഹ്മോസ് നിർമ്മിക്കുന്നുണ്ട്. അത് 800 കിലോമീറ്റർ നീളമുള്ള, അതായത് ചെറിയ രീതിയിലുള്ള, നമ്മൾ ഈ എപ്പോഴും അതിന്റെ ദൂരം പറയുക എന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഈ 800 മീറ്റർ അല്ല, 800 കിലോമീറ്റർ. അപ്പം ആ ഒരു ചെറിയ ദൂരം നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ എല്ലാവരും അവരുടെ മിസൈൽ പരീക്ഷണങ്ങളും മറ്റും നടത്തുമ്പോൾ ആ പറയുന്ന ദൂരമല്ല ഒരിക്കലും, ചിലപ്പോൾ അതിന് 3-4 ഇരട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ബ്രഹ്മോസ് ചില രാജ്യങ്ങൾക്ക് ഇതിന്റെ ഒരു വലിയ വെർഷൻ വാങ്ങാൻ സാധ്യത ഇല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചെറുത് ഇറക്കുന്നത്. ഇപ്പൊ വണ്ടിയൊക്കെ അങ്ങനെയാണല്ലോ, SUV ഇറക്കുന്ന കമ്പനി തന്നെ അവരുടെ ഏറ്റവും കുറഞ്ഞൊരു സാധനം കൂടി ഇറക്കി കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ കാരണം ഈ ചെറിയ അതിർത്തികളൊക്കെ പങ്കിടുന്ന ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ആയുധങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ ഈ ആയുധം വാങ്ങുന്നതിന്റെ ഡീറ്റെയിൽസുകൾ ഒരു രാജ്യവും പുറത്തുവിടാറില്ല. നമ്മൾ റഷ്യയുടെ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതെന്നും അറിയില്ല. പക്ഷെ ചില വലിയ ഡീൽസ് മാത്രം നമ്മൾ പുറത്തുവിടും, അതായത് ഇന്നതാണെന്ന്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊരു തോക്ക് വാങ്ങുമ്പോൾ ആ തോക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിനോടൊപ്പം മറ്റെന്തൊക്കെ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു രാജ്യവും പുറത്തുവിടാറില്ല. അതൊരു കരാറിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതും അമേരിക്കയ്ക്കും അറിയാം, നമുക്കും അറിയാം. ഒരുപക്ഷെ ഈ രാജ്യങ്ങൾ തമ്മിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ കയ്യിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ ആയുധങ്ങൾ വാങ്ങാറില്ല. കാരണം അവർക്കൊരു മേൽക്കൈ നമ്മുടെ സൈന്യത്തിന്റെ മുകളിലുണ്ടാകും. ഇപ്പം നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് 100% ആയുധം വാങ്ങിയ നാളെ റഷ്യയുമായിട്ട് നമുക്കൊരു ക്ലാഷ് ഉണ്ടാകുകയാണെങ്കിൽ പാകിസ്ഥാൻ ആദ്യം പോകുന്നത് റഷ്യയെ പോയിട്ട് ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ കൊടുത്തത്, അവർ ഏതൊക്കെ രീതിയിൽ മോഡിഫിക്കേഷൻ വരുമെന്ന്. അപ്പം നമ്മൾ UK-യുടെ നിന്നും അമേരിക്കയുടെ നിന്നും ഫ്രാൻസിന്റെ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിൽ നിന്നൊക്കെ വാങ്ങി മോഡിഫിക്കേഷൻ ചെയ്തതിനെ കുറിച്ചൊരു ഐഡിയ അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിൽ നിന്നാണ് എല്ലാ രാജ്യങ്ങളും ആയുധം വാങ്ങുന്നത്. ഇന്ത്യയും അമേരിക്കയുടെ നിന്ന് വാങ്ങാറുണ്ട്, ഇസ്രായേൽ വാങ്ങാറുണ്ട്, മറ്റു പല രാജ്യങ്ങളുടെ നിന്നും വാങ്ങാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി അത് വാങ്ങി മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളത്. മുമ്പ് ഈ ചൈനയും മറ്റുമൊക്കെയാണ് ഈ ആയുധങ്ങൾ വാങ്ങി മോഡിഫിക്കേഷൻ ചെയ്തതെങ്കിൽ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് നമുക്കതിന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ചൈന ചെയ്യുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ തന്നെ അടുത്ത കട തുടങ്ങി തൊട്ട് വിറ്റ് മാറ്റും. നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചൈനയുടെ തന്നെ സാധനം എടുത്ത് അതെന്താണെന്ന് പഠിക്കാൻ, അതിനെതിരെയുള്ള സാധനങ്ങൾ പണിയാനായിട്ട് നമ്മൾ ചൈനയുടെ മിസൈലൊക്കെ എടുത്ത് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അത് മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇന്ന് രാവിലെ ന്യൂസ് ഇന്ത്യ മലയാളം, നമ്മുടെ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ അപ്ഡേറ്റ്സ് മാത്രം കൊടുക്കുന്ന ചാനലിൽ ഇന്ന് രാവിലെ 5:30 കൊടുത്ത വാർത്ത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുമോ എന്നാണ് ഞാൻ അതിന് തമ്പ് കൊടുത്തത്. ഇന്ത്യ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് തമ്പ് കൊടുത്തത്. ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ആണവ റിയാക്ടർ നിർമ്മിക്കുന്നുണ്ട്. അപ്പം വിജയേട്ടൻ വിചാരിക്കും, നാട്ടുകാരെല്ലാം വിചാരിക്കും കൂടംകുളത്ത് നിർമ്മിക്കുന്നുണ്ട്, പോരാത്തതിന് വേറെ പല സ്ഥലത്തും നിർമ്മിക്കുന്നുണ്ട്. ആണവ റിയാക്ടർ നിർമ്മിക്കാൻ എന്തോരം ചെലവാണ്. ചെലവ് മാത്രമല്ല, ഈ ആണവ റിയാക്ടർ ഈ കടലിന്റെ തീരത്തൊക്കെയല്ലേ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അതിന് പ്രത്യേക സ്ഥലം വേണം, അനുമതി വേണം, നാട്ടുകാർ പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങും, അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. പക്ഷെ ഇത് അങ്ങനെയല്ല വിജയേട്ടാ. ഇത് ഒരു ഫാക്ടറി ഉണ്ടല്ലോ, ഇപ്പൊ ഒരു സിമെന്റ് ഫാക്ടറി, ആ സിമെന്റ് ഫാക്ടറിക്ക് വേണ്ട ഊർജം വേണം. അപ്പൊ എങ്ങനെയാ എടുക്കുന്നത്? സാധാരണ ഇലക്ട്രിക് പോസ്റ്റ് വലിക്കും, മീറ്റർ കൊണ്ടുവയ്ക്കും. ഇനി മീറ്റർ അല്ല, മീറ്ററിന് പകരം ആണവ റിയാക്ടറാണ് കൊണ്ടുവയ്ക്കുന്നത്. ഒരു കുഴപ്പവും സംഭവിക്കില്ല. DRDO വികസിപ്പിച്ചു കഴിഞ്ഞു, ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ഭാവിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക് മീറ്റർ മാറിയിട്ട് ആണവ റിയാക്ടർ വരുമെന്ന് എനിക്കറിയില്ല. ഒരു കുഴപ്പവും സംഭവിക്കാത്ത രീതിയിലാണ് ഈ സാധനം വികസിപ്പിച്ചു വെച്ചിരിക്കുന്ന DRDO. അതിന്റെ പരീക്ഷണം ഇപ്പൊ നമ്മൾ ഇതാ നടത്താൻ പോവാണ്. നേരത്തെ ഈ ഒരു വാർത്ത നമ്മൾ നമ്മുടെ കപ്പൽ ഇപ്പൊ ഒരെണ്ണം വന്നില്ല, ആണവോർജം അതെ പണ്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ വാർത്ത കൊടുത്തിരുന്നത് നമ്മുടെ റഷ്യയുടെ മിസൈലില്ലേ, ആണവ റിയാക്ടർ ഘടിപ്പിച്ച മിസൈല് ഭ്രമണപഥത്തിൽ 2 ദിവസം
ദിവസം ഇങ്ങനെ ഇന്ത്യക്ക് ചുറ്റും കറങ്ങി വരാൻ ശക്തിയുള്ള അത്ര പവറാണ് ഈ ആണവ. ആ മിസൈലിനെ കുറിച്ചുള്ള വാർത്ത എടുത്തു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇന്ത്യയിൽ ഇനി എന്ന് വരാനാണെന്ന്. അടുത്ത ദിവസം എന്താ നമ്മളെ പ്രതിരോധ സൈറ്റുകളിൽ വാർത്ത കിടക്കുന്നു, DRDO മിനി ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നു, അത് ഇനി ഫാക്ടറികൾക്ക് കൊടുക്കാം, അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, നമ്മുടെ കപ്പലിൽ ഘടിപ്പിക്കാം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള വികസനമൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ദീപാവലി പ്രമാണിച്ച് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെ വന്നിരിക്കുന്നു. ഏതായാലും നമ്മുടെ പുതിയ ഡ്രോൺ സംഘത്തിനും, അതായത് നമ്മുടെ സേനയുടെ പുതിയ ഡ്രോൺ സംഘത്തിനും എല്ലാവിധ ഭാവങ്ങളും, അവരുടെ ഉദ്ഘാടനം നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഡ്രോണിനായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. വരട്ടെ, നമ്മുടെ ആയുധ വിപണിയിൽ നമ്മുടെ ഡ്രോണുകൾ മിന്നി തിളങ്ങട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.